ഇക്കഴിഞ്ഞ കാൽനൂറ്റാണ്ടിലെ ഏറ്റവും ശ്രദ്ധേയമായ മലയാള സാഹിത്യകൃതികളെക്കുറിച്ചുള്ള മലയാള മനോരമയുടെ പട്ടികയിൽ വളരെ പ്രധാനപ്പെട്ട രണ്ട് ഓർമ്മക്കുറിപ്പുകളുണ്ട്. ഇത് രണ്ടും ഒരുപാട് സാമ്യങ്ങൾ ഉള്ളതാണ്. അതിലേറ്റവും പ്രധാനം ഇത് രണ്ടും ആദ്യമായി എഴുതുന്നവരുടെയാണ്, കന്നി എഴുത്തുകാരാണ്. ഒന്ന് കമ്പിളികണ്ടത്തെ കൽഭരണികൾ ബാബു എബ്രഹാം എഴുതിയത്, മറ്റൊന്ന് മുഹമ്മദ് അബ്ബാസിൻ്റെ വിശപ്പ്, പ്രണയം, ഉന്മാദം. അമ്മേടെ യൂണിവേഴ്സിറ്റിന്ന് അഡ്മിറ്റ് കാർഡ് വന്നുട്ടോ. ആഹാ, അത് നന്നായല്ലോ. അപ്പോ ഈ വിസയും ടിക്കറ്റും ഒക്കെ കാശ് എത്ര വേണ്ടി വരുടാ? ഒരു 4-5 ലക്ഷം എന്തായാലും വേണ്ടി വരും. എത്ര ദിവസം കിട്ടും നമുക്ക്? 20-25 ദിവസം. അമ്മ ഞാനെന്താ മറുപടി അയക്കണ്ടേ? നീ ഓക്കെ പറഞ്ഞു. KSFE, ഈ നാടിൻ്റെ ധൈര്യം. കേരളീയ ജീവിതത്തിൻ്റെ ഒരുപക്ഷെ മറ്റേതൊരു സംസ്ഥാനത്തെക്കാട്ടിലും ഭേദപ്പെട്ട ജീവിതം ഉറപ്പു നൽകുന്ന സംസ്ഥാനമാണ് കേരളം എന്നുള്ളതിനെക്കുറിച്ച് സംശയമില്ല. കേരളത്തിൻ്റെ പാരമ്പര്യവും ചരിത്രവും കേരളം പിന്നിട്ട വഴികളുമൊക്കെ അതിന് സഹായിച്ചവയാണ്. പക്ഷേ ഈ കേരളത്തിലും അതീവ ദാരിദ്ര്യം എന്ന ഒഴിവാക്കിയ നാടാണ്. മനുഷ്യ അന്തസ്സിന് ഒരു വലിയ പരിധിവരെ മാന്യതയും അംഗീകാരവും ജാതി മതഭേദമന്യേ ലഭിക്കുന്ന ഒരിടമാണ് എന്നാണ് നമ്മുടെ ധാരണ. കുറേയൊക്കെ അത് ശരിയുമാണ്. എന്നാൽ ഈ വർത്തമാനകാല കേരളത്തിലും വിവരിക്കാനാവാത്ത ദുരിതങ്ങളുടെയും അപാരമായ ദുഃഖങ്ങളുടെയും ഒടുങ്ങാത്ത കണ്ണീരിൻ്റെയും അവഹേളനത്തിൻ്റെയും അവഗണനയുടെയും ചൂഷണത്തിൻ്റെയും ഒക്കെ അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്ന ഒട്ടേറെ മനുഷ്യർ ഇന്നുമുണ്ട് എന്ന് നിസ്സംശയം തെളിയിക്കുന്ന രണ്ട് പുസ്തകങ്ങളാണ് ഇവ രണ്ടും. മുഹമ്മദ് അബ്ബാസിന് മറ്റൊരു സവിശേഷതയുണ്ട്. അദ്ദേഹം കന്യാകുമാരി ജില്ലയിൽ ജനിച്ച തമിഴ് മാതൃഭാഷയായ ഒരാളാണ്. അദ്ദേഹം 8ാം ക്ലാസ് വരെ മാത്രമേ പഠിച്ചിട്ടുള്ളൂ. കന്യാകുമാരി ജില്ലയിൽ നിന്ന് ഉപജീവനത്തിനും മറ്റുമായി മലപ്പുറത്തേക്ക്, കേരളത്തിലെ മലപ്പുറത്തേക്ക് കുടിയേറിയ ഒരു കുടുംബമാണ് അദ്ദേഹത്തിൻ്റേത്. കൊടിയ ദാരിദ്ര്യവും ബുദ്ധിമുട്ടുകളും നിറഞ്ഞതാണ് അദ്ദേഹത്തിൻ്റെ ജീവിതം. ആദ്യം മുതൽ ഈ പഠനം ഉപേക്ഷിക്കുകയും പിന്നെ ഉപജീവനത്തിനായി ഏറ്റവും ദുരിതം നിറഞ്ഞ ജോലികളിൽ ആണ് ഏർപ്പെടേണ്ടി വന്നിട്ടുള്ളത്. പാചകത്തൊഴിലാളിയായി, ഹോട്ടലിലെ മേശതുടപ്പുകാരനായിട്ട്, ഖലാസിയായി, കൂലിക്കാരനായി, പെയിൻറ്റർ ജോലി ആണ് അവസാനം അദ്ദേഹം ഏറ്റവും കൂടുതൽ കാലം നിർവഹിച്ചിരിക്കുന്നത്. ഇദ്ദേഹം മലയാളം പഠിച്ച്, മലയാളം ഔപചാരികമായി പഠിച്ചതല്ല, പുസ്തകങ്ങളിലൂടെ മലയാള സാഹിത്യത്തിലെ വളരെ ഗംഭീരമായ പുസ്തകങ്ങളെല്ലാം വായിച്ച് പഠിച്ച് മലയാളം ഹൃദിസ്ഥമാക്കിയെന്ന് മാത്രമല്ല ഗംഭീരമായ ഒരു രചനാ ശൈലിയും സ്വായത്തമാക്കിയാണ് ഈ പുസ്തകം തയ്യാറാക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ പുസ്തകം. അത്ഭുതകരമാണ് ഈ സിദ്ധി. ബാബു എബ്രഹാം അധികം വിദ്യാഭ്യാസം ആദ്യം ബുദ്ധിമുട്ടില്ലെങ്കിലും അദ്ദേഹം വളരെ ഉന്നതമായ വിദ്യാഭ്യാസം നേടിയാണ് അദ്ദേഹം വളർന്നതെങ്കിൽ, മുഹമ്മദ് അബ്ബാസ് അദ്ദേഹത്തിൻ്റെ ജീവിതമുടനീളം ഈ ദുരിതങ്ങളിൽ കൂടെ തന്നെയാണ് കടന്നുപോയത്. അദ്ദേഹം വിവരിക്കുന്ന വാസ്തവത്തിൽ അനുഭവങ്ങൾ ഈ കേരളത്തിലാണോ നടന്നത്, അല്ലെങ്കിൽ കേരളത്തിലുള്ളതാണോ എന്നുപോലും നമ്മളെ അത്ഭുതപ്പെടുത്തുന്നതാണ്. ഭാഷയുടെ പേരിൽ, തമിഴിൻ്റെ പേരിൽ, തമിഴ് ഭാഷ മാത്രം അറിയുന്നതിൻ്റെ പേരിൽ, മലയാളം എഴുതാനോ ഒപ്പുവെക്കാനോ അറിയാത്തതിൻ്റെ പേരിൽ, ജാതിയുടെ പേരിൽ, മതത്തിൻ്റെ പേരിൽ, ദാരിദ്ര്യത്തിൻ്റെ പേരിലൊക്കെ അദ്ദേഹം നേരിട്ടിരിക്കുന്ന ദുരനുഭവങ്ങൾ ഏതൊരു മലയാളിയെയും ലജ്ജിപ്പിക്കുന്നതാണ്. ഇത് മലയാളിയുടെ ഈ വംശീയത അല്ലെങ്കിൽ ഭാഷാപരമായ സങ്കുചിതത്വം ഇതൊക്കെ വാസ്തവത്തിൽ നമുക്ക് വളരെ ചുരുക്കം പേർക്ക് മാത്രം അറിയുന്ന, സാധാരണക്കാരായ ഒരുപക്ഷെ ഇടത്തരക്കാർക്ക് വേണ്ട പോലെ മനസ്സിലാവാത്ത, പരിചയമില്ലാത്ത കാര്യങ്ങളാവാം. നമ്മളൊക്കെ ഇതിൻ്റെ പങ്കാളികളുമാണെന്ന് ഓർക്കണം. പക്ഷേ മുഹമ്മദ് അബ്ബാസ് തൻ്റെ ജീവിതത്തിൽ ഉടനീളം ഇതൊക്കെയാണ് ഈ കേരളത്തിൽ, ഈ പ്രബുദ്ധ കേരളത്തിൽ നേരിട്ടത്. അതിന് ജാതി മത വ്യത്യാസമില്ല. മുസ്ലിം മതവിഭാഗത്തിൽ നിന്ന്
ഉണ്ടായിരിക്കുന്ന വളരെ സജീവമായി തന്നെ ഇപ്പോഴും നിൽക്കുന്ന ജാതീയമായ അസമത്വങ്ങൾ, ഒരു ഒസാൻ ചുരകൻ ജോലി ചെയ്യുന്ന മുസ്ലിമിൻ്റെ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കാൻ തയ്യാറാകാത്ത, അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഭക്ഷണം കൊടുക്കാൻ തയ്യാറാകാത്ത ഉന്നത ജാതിക്കാരനാണെന്ന് സ്വയം കരുതുന്ന മുസ്ലിങ്ങൾ, കാവ്യവസ്ത്രമോ കറുത്ത മുണ്ടോ ധരിച്ചതിന് അങ്ങേയറ്റം പരിഹസിക്കപ്പെടുന്ന മുസ്ലിം വിഭാഗത്തിൽ നിന്ന് വലിയ പരിഹാസവും കുറ്റപ്പെടുത്തലും നേരിടുന്ന, അതേസമയത്ത് സവർണ ഹിന്ദു വിഭാഗങ്ങളിൽ നിന്ന് ഒപ്പം ജോലി ചെയ്ത പിന്നോക്ക ജാതിക്കാരനായിട്ടുള്ള ആയതുകൊണ്ട് മാത്രം തൻ്റെ ഒപ്പം ജോലി ചെയ്ത ഒരു പെയിൻറ്ററിന് ഒരു ഹിന്ദു സവർണ കുടുംബം നല്ല പാത്രത്തിൽ ഭക്ഷണം പോലും നിഷേധിച്ച അനുഭവം. ഇങ്ങനെ മലയാളി ജീവിതത്തിൽ അത് ജാതി മതഭേദമില്ലാതെ തന്നെ, പ്രദേശഭേദമില്ലാതെ തന്നെ ഈ ഇടുങ്ങിയ ചിന്താഗതികൾ, മലയാളിയുടെ നവോത്ഥാനമൊക്കെ പിന്നിട്ടത് ഇതുപോലെയുള്ള ഇരുണ്ട രീതികളുടെയും ആചാരങ്ങളെയും മറികടന്നും അതിജീവിച്ചുമാണ്. പക്ഷേ ഇവയെല്ലാം ഈ 21-ാം നൂറ്റാണ്ടിലും സജീവമായി തന്നെ തുടരുന്നു. അല്ലെങ്കിൽ ഒരു ചെറിയ വിഭാഗങ്ങളിലെങ്കിലും ഇതെല്ലാം സജീവമാണ് എന്നുള്ളത് ഞെട്ടിപ്പിക്കുന്നതാണ്. അതേസമയം ഇദ്ദേഹം നിസ്സഹായനായോ നിഷ്ക്രിയനായോ എന്തിനാണ് ഇദ്ദേഹം നേരിട്ടതും അനുഭവിച്ചതും എന്നൊരു ചോദ്യം ഉന്നയിക്കപ്പെടാം. എന്തുകൊണ്ട് അദ്ദേഹം മറ്റ് സഹപ്രവർത്തകരുടെ സഹായം തേടിയില്ല? രാഷ്ട്രീയ കക്ഷികളുടെ, അല്ലെങ്കിൽ ട്രേഡ് യൂണിയനുകളുടെ, അല്ലെങ്കിൽ മറ്റ് വിഭാഗങ്ങളുടെ ഒന്നും ഒരു തരത്തിലുള്ള, ഇതൊക്കെ വളരെ അതിൻ്റെയൊക്കെ അതിപ്രസരം ഉണ്ടായിട്ടുള്ള ഒരു നാടാണ് കേരളം. പക്ഷേ 12-14 മണിക്കൂർ നേരം ഏറ്റവും മലീമസമായ ഓട വൃത്തിയാക്കലോ അല്ലെങ്കിൽ വീട്ടിനുള്ളിലെ ഡ്രെയിൻ വൃത്തിയാക്കലും ഒക്കെ നടത്തിയിട്ട്, കക്കൂസ് വൃത്തിയാക്കൽ മുതലൊക്കെ നടത്തിയിട്ട് പോലും തികഞ്ഞ ശമ്പളം പോലും വെറും തുച്ഛമായ കാശ് കൊടുത്ത് പിരിച്ചുവിടാൻ ഒരു മടിയും കാണിക്കാത്ത വീട്ടുടമകൾ കേരളത്തിൽ ഇപ്പോഴും ഉണ്ടോ? അല്ലെങ്കിൽ അത് നടക്കുമോ എന്നൊക്കെ അത്ഭുതപ്പെടാം. എന്തുകൊണ്ട് അദ്ദേഹം അതിനെ എതിർത്തില്ല? അദ്ദേഹം പലപ്പോഴും പൊട്ടിക്കരയുകയാണ് ഈ നിമിഷങ്ങളിൽ ചെയ്യുന്നത്. ഇങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ വാസ്തവത്തിൽ നമ്മളെ അത്ഭുതപ്പെടുത്തുന്നതാണ്. കേരളത്തിലെ ഈ രാഷ്ട്രീയവും സാമൂഹ്യമായിട്ടുള്ള ഈ സപ്പോർട്ട് സിസ്റ്റംസ് ഇതിനെ ഇതുപോലെയുള്ള ചൂഷണങ്ങളെ അതിജീവിക്കാൻ മലയാളിക്ക് കരുത്ത് നൽകുകയും ഒക്കെ ചെയ്ത പ്രസ്ഥാനങ്ങൾ ആണ് ഈ പുതിയ കേരളത്തെ വളർത്തിയത്. ഇവരുടെയൊന്നും ഒരു സാന്നിധ്യം പോലും അദ്ദേഹത്തിൻ്റെ ഈ ജീവിതത്തിൽ അല്പം പോലും അദ്ദേഹം പരാമർശിക്കുന്നില്ല എന്നുള്ളതും ശ്രദ്ധേയമാണ്. ഇദ്ദേഹം തന്നെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തെക്കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട്. ഒന്നാന്തരം എഴുത്താണ്. അദ്ദേഹം വായനക്കാരൻ, അതാണ് വളരെ നിറഞ്ഞ ഒരു വായനക്കാരനാണ് അദ്ദേഹം ഖസാക്കിലെ ഇതിഹാസത്തെക്കുറിച്ച് അദ്ദേഹം എഴുതുന്നു. നോക്കൂ: വെയിലിൻ്റെ സ്ഫടികമാനങ്ങളായി, ഗർഭബീജങ്ങളായി, ഹീരച്ചൂട്ടിൻ്റെ കനൽത്തുമ്പായി ഖസാക്ക് എൻ്റെ ഉള്ളിൽ വളർന്നു. അവൾ വിവാഹിതയായി, അമ്മയായി. അദ്ദേഹത്തിൻ്റെ ഭഗ്ന പ്രണയങ്ങളെക്കുറിച്ചാണ് ഇതിൽ പലതും പരാമർശിക്കുന്നത്. പ്രണയം മാത്രമല്ല, പ്രണയമുണ്ട്, ഒടുങ്ങാത്ത വിശപ്പിനെക്കുറിച്ചുണ്ട്, പലതവണ ഉന്മാദത്തിലേക്ക് വീണുപോയ ആ മനസ്സിനെക്കുറിച്ചുണ്ട്, പലതവണ ആത്മഹത്യ ചെയ്യാനുള്ള ശ്രമം നടത്തിയിട്ടുണ്ട്. ഇതെല്ലാം ബാബു എബ്രഹാമിൻ്റെ കമ്പിളികണ്ഠവുമായിട്ട് വളരെ സാമ്യം വഹിക്കുന്ന ഒന്നാണെന്ന് തോന്നുന്നു. അവൾ വിവാഹിതയായി, അമ്മയായി. എൻ്റെ കാലം ഖസാക്കിൻ്റെ തകർന്നടിഞ്ഞ പള്ളികളിൽ തളം കെട്ടിക്കിടന്നു. ആരുടെയൊക്കെയോ ദുഃഖസഞ്ചാരങ്ങളുടെ തഴമ്പായി നീണ്ടുപോയ പാതകളിൽ ഉദയാസ്തമയങ്ങൾ ആവർത്തിച്ചു കൊണ്ടിരുന്നു. എൻ്റെ ഉന്മാദം നൈജാമലിക്ക് ഞാൻ പകർന്നു നൽകി. അശാന്തമായ ഇഫ്രീത്തുകളുടെ സഞ്ചാരപഥങ്ങളിലൂടെ നൈജാമലി എനിക്ക് വേണ്ടി അലഞ്ഞു നടന്നു. ഖബറിടങ്ങളിൽ ചന്ദനത്തിരികൾ മണത്തു. അറബിക്കുളത്തിൽ നീരാടിയ മൈമുന എന്ന യാഗാശ്വം എൻ്റെ യൗവനത്തെ നായാടി. അമ്മേടെ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് അഡ്മിറ്റ് കാർഡ് വന്നുട്ടോ. ആഹാ, അത് നന്നായല്ലോ. അപ്പോ ഈ വിസയും ടിക്കറ്റൊക്കെ കാശ് എത്ര വേണ്ടി വരുടാ? ഒരു 4-5 ലക്ഷം എന്തായാലും വേണ്ടി വരും. എത്ര ദിവസം കിട്ടും നമുക്ക്? 20-25 ദിവസം. അമ്മ, ഞാനെന്താ മറുപടി അയക്കണ്ടേ? നീ ഓക്കെ പറഞ്ഞോ? KSFE, ഈ നാടിൻ്റെ ധൈര്യം. അദ്ദേഹത്തിൻ്റെ സമ്പന്നമായ വായനാ അനുഭവം അദ്ദേഹത്തെ അതിനപ്പുറം അദ്ദേഹത്തിൻ്റെ എഴുതാനും ഭാവന ചെയ്യാനുമൊക്കെയുള്ള അദ്ദേഹത്തിൻ്റെ കഴിവുകളെ ഈ ദുരിത ജീവിതത്തിനിടയിലും വളർത്തിയെടുത്തു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അദ്ദേഹത്തിനെ പറ്റി പറയുന്നത് ശ്രദ്ധിക്കുക.
പ്രിയപ്പെട്ടവരെ, തമിഴ്നാട്ടിലെ കന്യാകുമാരി ജില്ലയിലെ പെരിഞ്ചിലമ്പ് എന്ന ഗ്രാമം നിങ്ങൾക്ക് സങ്കല്പിക്കാനാവുമോ? മാർത്താണ്ഡവർമ്മമാർ തക്കലയിലെ കൊട്ടാരത്തിൻ്റെ മട്ടുപ്പാവിലിരുന്ന് കണ്ടാസ്വദിച്ച വേളിമലയെ സങ്കല്പിക്കാനാകുമോ? പഴയ തിരുവിതാംകൂറിനെ അങ്ങോട്ട് ഉപജീവനത്തിനായി മലബാറിൽ നിന്നും കുടിയേറിയ കുടുംബങ്ങളെ സങ്കല്പിക്കാനാവുമോ? അത്തരം കുടുംബങ്ങളിലൊന്നിൽ 8ാമത്തെ സന്തതിയായി പിറന്ന ഒരു കുട്ടിയെ സങ്കല്പിക്കാനാവുമോ? ബോർഡ് വായിക്കാൻ അറിയാതെ അവൻ ബസ്സുകൾ മാറിക്കയറി അപമാനിതനായി വഴി ഇറക്കി വിടപ്പെട്ടു. സമപ്രായക്കാർ സ്കൂളിലേക്ക് പോകുന്ന പാതകൾ നോക്കി അവൻ നിശബ്ദമായി കരഞ്ഞു. വീട് വിട്ടുപോയി നഗരങ്ങളിലെ ഹോട്ടലുകളിൽ അവൻ എച്ചിൽ മേശകൾ തുടച്ചു. അതിൻ്റെ പ്രതിഫലം വാങ്ങാൻ മലയാളത്തിൽ പേരെഴുതി ഒപ്പിടാൻ അറിയാതെ ചുറ്റും മുഴങ്ങിയ പരിഹാസങ്ങൾക്കിടയിൽ അവൻ അന്തിച്ചു നിന്നു. പറയാൻ അറിയാവുന്ന ഭാഷ എഴുതാനോ വായിക്കാനോ അറിയില്ലെന്ന് ചങ്ക് പിളർന്ന് പറഞ്ഞിട്ടും അവൻ ക്രൂശിക്കപ്പെട്ടു. ഇതൊക്കെ നമ്മുടെ കേരളത്തിലെ അനുഭവങ്ങളാണെന്നും കൂടി ഓർക്കുക. ഇങ്ങനെ മലയാളിക്ക് ഒടുങ്ങാത്ത സങ്കടങ്ങളുടെയും അവസാനിക്കാത്ത ദുരിതങ്ങളുടെയും അതിജീവനത്തിൻ്റെയും ഒക്കെ കഥ പറഞ്ഞുകൊണ്ട് മലയാളിക്ക് അവൻ്റെ മുമ്പിൽ ഒരു കണ്ണാടി പിടിക്കുന്ന ഒരു പുസ്തകമാണ് വിശപ്പ്, പ്രണയം, ഉന്മാദം.